വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ, പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ആളുകൾ നിരാശയുടെ വക്കിലെത്തുകയും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർ ചിന്തിക്കുന്നു, എന്ത് ജീവിതമാണിത്? ഒന്നും ശരിയാവാത്ത ഒരു ജീവിതം, വെറും പരാജയവും പ്രതിസന്ധിയും മാത്രം. ഇതെന്താണ് ഇങ്ങനെ? അങ്ങനെ അവർ ആ ലൂപ്പിലൂടെ കടന്നു പോകുന്നു, പരാജയപ്പെട്ട വ്യക്തിയായി. മറ്റൊരു കൂട്ടരുണ്ട്, അവർക്ക് വിജയം സംഭവിക്കുന്നു. അപ്പോൾ അവർക്ക് വിജയത്തിൻ്റെ വികാരങ്ങളും സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ അവർ വീണ്ടും വിജയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, പരാജയത്തിലൂടെ കടന്നുപോയി, പരാജയത്തിൻ്റെ കയ്പുനീരനുഭവിച്ച്, പരാജയത്തിൻ്റെ നിരാശയുടെ സങ്കടത്തിൻ്റെ വികാരങ്ങളും ചിന്തകളുമൊക്കെ ഉള്ളിലൂടെ കടന്നുപോയി. അതിനെ മാറ്റി അവരുടെ കഴിവും കരുത്തും ഹാർഡ് വർക്കും ഫോക്കസുമെല്ലാം ഉപയോഗിച്ച് മെല്ലെ മെല്ലെ അവർ വിജയിക്കാൻ തുടങ്ങുകയും വിജയത്തിൻ്റെ ഒരു പാത വെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ കൂട്ടരാണ് ലോകത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കരുത്തിൻ്റെ പ്രതീകമായി മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ വിജയങ്ങൾ ലോകത്തിൽ സൃഷ്ടിക്കുന്ന വ്യക്തിത്വങ്ങൾ. നിങ്ങൾ ഇപ്പോൾ പരാജയത്തിലൂടെയും നിരാശയിലൂടെയും പ്രതിസന്ധിയിലൂടെയുമാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾക്കും കരുത്തിൻ്റെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന വലിയൊരു വ്യക്തിത്വമായി മാറുവാനും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, പരാജയങ്ങളും പ്രതിസന്ധികളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്കും വികാരങ്ങളിലേക്കും കൂടെ കൂടെ നിങ്ങളെ ബോധപൂർവം മാറ്റിയെടുക്കുവാൻ പരിശീലിക്കുക എന്നത് തന്നെ. ഓരോ ദിവസവും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും സാഹചര്യങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ചിന്തകളെയൊക്കെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണുവാൻ നിങ്ങൾ ട്രെയിൻ ചെയ്യുക. സാഹചര്യം എനിക്ക് പല കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മനോനിയന്ത്രണത്തിനെയും ക്ഷമയും ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള അനുഭവത്തെ ഞാൻ പോസിറ്റീവായി കണക്കാക്കും എന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. ഞാനൊരു കരുത്തുറ്റ വ്യക്തിത്വമാണ്, ഏത് സാഹചര്യത്തിലൂടെയും കടന്നു പോകാൻ എനിക്ക് സാധിക്കും, എന്ത് പരാജയങ്ങളുണ്ടായാലും ഞാൻ അതിനെ അതിജീവിക്കും എന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. എത്ര നിങ്ങൾ വീണു കഴിഞ്ഞാലും തിരിച്ച് എഴുന്നേൽക്കുന്ന ആ ഒരു കഴിവ്, ആ ഒരു വ്യക്തിത്വം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ വിജയങ്ങൾ കൊയ്തെടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറും.